ഈ ഒരു പോഡ്കാസ്റ്റിനെ പറ്റി പറയുമ്പോൾ ദുരന്തർ 2 കാണാൻ പോലും ഞാൻ ഇത്രയധികം വെയിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഒരു സെക്കൻഡ് പോലും ബോറടിപ്പിക്കാത്ത ഒരു മാസ്മരിക പോഡ്കാസ്റ്റ് ആയിരുന്നു ഇത്. ഈ വർഷത്തെ ക്ഷമയ്ക്കുള്ള സന്തോഷ് ട്രോഫി അവാർഡ് ശ്രീജിത്ത് പണിക്കർക്ക് തന്നെ കൊടുക്കണം. ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ അവതാരകന്റെ ചില ഊഹാപോഹങ്ങൾ വളരെ കോമഡി ആയിരുന്നു. അതിലൊന്നായിരുന്നു രാഹുൽ ഗാന്ധി വോട്ട് ചോരിക്കെതിരെ സകല തെളിവുകളോടും കൂടെ സുപ്രീം കോടതിയിൽ ഫൈറ്റ് ചെയ്യുന്നു എന്ന് ഒരിക്കലും നടന്നിട്ടില്ലാത്ത കാര്യം. രാഹുൽ ഗാന്ധി എനിക്ക് തോന്നുന്നു നിലവിൽ കേസ് രാഹുൽ ഗാന്ധി 0 കേസ് കൊടുത്തു. 0 കൊടുത്തിട്ടില്ല. 0 ഇതുവരെ അതുമായിട്ട് രാഹുൽ ഗാന്ധി കൊടുത്ത കേസുകളുടെ എണ്ണം 0. ഈ ഒരു കാര്യം ഈ ഒരു അവതാരകൻ മാത്രമല്ല ഒട്ടുമിക്ക രാഹുൽ ഗാന്ധി ഫാൻ ബോയ്സും കരുതി വെച്ചിരിക്കുന്ന ഒരു തെറ്റായ ധാരണയാണ്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഹോംവർക്ക് തെറ്റാണ്. നിങ്ങളുടെ ഹോംവർക്ക് തെറ്റാണ്. അത് തെറ്റാണെങ്കിൽ ഞാൻ പ്രേക്ഷകരോട് അംഗീകരിക്കുന്നു. ഇനി ഈ പോഡ്കാസ്റ്റിന്റെ മൂന്നാം ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ RSS = പോപ്പുലർ ഫ്രണ്ട് = ISIS = ICICI ബാങ്ക് എന്ന പഴയ തരികിട നമ്പറുമായിട്ട് മെഴുകുന്ന അവതാരകനെ വീണ്ടും കാണാം. കേരളത്തിനെ ഹൈന്ദവവൽക്കരിക്കാൻ RSSന് അജണ്ടയുണ്ട് എന്ന് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കത് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടോ? ഒരു വശത്ത് ആഭ്യന്തരം, ഇന്റലിജൻസ് സംവിധാനങ്ങൾ എല്ലാം തന്നെ കയ്യിലുള്ള മുഖ്യമന്ത്രിയുടെ സഭാരേഖകളിൽ എഴുതപ്പെട്ട സ്റ്റേറ്റ്മെന്റ് പണിക്കർ കോട്ട് ചെയ്യുമ്പോൾ, മറുവശത്ത് KPCC പ്രസിഡന്റ് KSUവിന്റെ കവലപ്രസംഗം ഇതൊക്കെയാണ് അവതാരകനെടുത്ത് കോട്ട് ചെയ്യുന്നത്. RSS തെമ്മാടികളാണ് എന്ന് നമ്മുടെ കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. PFI തെമ്മാടികളാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് PFI അങ്ങനെ അല്ലാതാവുന്നുണ്ടോ? സാറേ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ സാധനമാണ്. കെ മുരളീധരൻ മുഖ്യമന്ത്രി പ്രസിഡന്റ് അല്ലായിരുന്നു. KPCC പ്രസിഡന്റ് ആണോ നിങ്ങളുടെ രാജാവ്? അതായത് അത്രയും സെൻസ്ലെസ് ആർഗ്യുമെന്റ് ആണ് ഈ അവതാരകൻ നടത്തുന്നത്. ഇതുപോലത്തെ ആർഗ്യുമെന്റ്സ് എനിക്കും പല സുഹൃത്തുക്കളുമായിട്ട് നടത്തേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിത് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. അവസാനം ഈ അവതാരകൻ ഉരുണ്ടുമെഴുകി പണിക്കരുടെ വാദം അംഗീകരിക്കുന്നുണ്ട്. സഭാരേഖകളിൽ ഏതെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞിട്ടില്ല. ഇതിനല്ലേ ചേട്ടാ അരമണിക്കൂർ നിങ്ങൾ സമയം കളഞ്ഞു. ഏറ്റവും അവസാനം ഇനി കാവിലെ പാട്ട് മത്സരത്തിന് പഠിച്ച് പ്രിപ്പയർ ആയി വന്നിട്ട് ഏറ്റുമുട്ടുമെന്ന് പറഞ്ഞ് അവതാരകൻ കണ്ടം വഴി ഓടുകയാണ്. കുറച്ചും കൂടി ഗൃഹപാഠം ചെയ്തതിന് ശേഷം താങ്കൾക്ക് മുന്നിൽ ഒന്നും കൂടി ഞാൻ എനിക്ക് ആകെ ഇതിന്റെ അകത്ത് എന്റെ ഗൃഹപാഠം ശരിയായിട്ടില്ല എന്ന് തോന്നിയത് രാഹുൽ ഗാന്ധിയുടെ മനസ്സിലായിക്കോളൂ.